ഹലോ മെസ് അങ്ങനെ ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റ് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. സീസണിൽ നമ്മുടെ 5ാം ജയം സ്വന്തമാക്കിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതോടെ 10 പോയിന്റുമായി പഞ്ചാബിന് താഴെ 2ാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചു. 44 പന്തിൽ 8 ഫോറും 4 സിക്സും ഉൾപ്പെടെ 81 റൺസ് എടുത്ത് ഒരു ചേസ് മാസ്റ്റർ ഇന്നിങ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ച വിരാട് കോഹ്ലി തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇന്നലെ മാച്ചിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരാൻ വീഡിയോ തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യുക. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി സായ് സുദർശൻ ശുഭ്മാൻ ഗില്ലും ചേർന്ന് മികച്ച തുടക്കമാണ് ഗുജറാത്തിന് വേണ്ടി നൽകിയത്. ആദ്യ വിക്കറ്റിൽ തന്നെ ഇരുവരും കൂടി 128 റൺസ് പാർട്ട്ണർഷിപ്പ് ഗുജറാത്ത് ബാറ്റിങ്ങിന് മികച്ചൊരു അടിത്തറ പകരാൻ സാധിച്ചു. ഇതിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സമ്പാദ്യങ്ങളും 32 റൺസ് മാത്രമേ ഉള്ളൂ. ബാക്കി 92 റൺസും സായ് സുദർശന്റെ വകയായിരുന്നു. അങ്ങനെ അപ്പുറത്ത് തുഴഞ്ഞു വന്ന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി സൂയസ് ശർമ്മ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. 24 പന്തിൽ 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 32 റൺസ് മാത്രമാണ് ശുഭ്മാൻ ഗില്ലിൽ നിന്നുള്ള നേടാൻ സാധിച്ചത്. ഒരു ക്യാപ്റ്റൻ സ്നോക്ക് അവിടെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് വൺ ഡൗണായി വന്ന ജോർജ് ബട്ട്ലറിന് കാര്യമായ ഒരു ഇന്നിങ്സും കളിക്കാൻ സാധിച്ചില്ല. വെറും 16 പന്തിൽ 2 സിക്സും 2 ഫോറും 1 സിക്സും ഉൾപ്പെടെ 25 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചു. 14 ഓവറിൽ ജോർജ് ഹെസ്ഫുഡ് 55 പന്തിൽ സീസണിലെ ആദ്യ സെഞ്ചുറി പൂർത്തിയാക്കിയ സായ് സുദർശനെ നല്ലൊരു റിട്ടേൺ ക്യാച്ചിലൂടെ പുറത്താക്കി ബാംഗ്ലൂരിന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. സായ് സുദർശൻ ഇന്നലെ 58 പന്തിൽ 11 ഫോറും 5 സിക്സും ഉൾപ്പെടെ 100 റൺസ് ഗുജറാത്തിന് വേണ്ടി നേടുകയായിരുന്നു. പിന്നീട് 4 വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ ജെയ്സൺ ഹോൾഡറും ചേർന്ന് 28 റൺസ് പാർട്ട്ണർഷിപ്പ് ഗുജറാത്തിനെ 205 എന്നൊരു ബെറ്റർ സ്കോറിലെത്തുകയായിരുന്നു. ഒരു പക്ഷേ ഒരു 190 അതായത് 200 താഴെ ഒതുക്കാവുന്ന ഒരു സ്കോർ ലൈന് അവസാന ഓവർ എറിഞ്ഞ കൃണാൽ പാണ്ഡ്യയുടെ 18 റൺസാണ് ഗുജറാത്തിന് 200 കടത്തിയത്. അവസാന ഓവർ എറിയുമ്പോൾ ആസിക് ദാറിന് ഒരു ചെറിയൊരു പരിക്ക്, അതായത് ഫിസിക്കലി കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണ് കൃണാൽ പാണ്ഡ്യ അവസാന ഓവർ എറിയാൻ നിർബന്ധിതമായത്. ആ ഓവറിൽ 18 റൺസാണ് ഇരുവരും കൂടി അടിച്ചെടുത്തത്. അങ്ങനെ ഗുജറാത്തിനെ 205 എന്നൊരു ബെറ്റർ സ്കോറിലെത്തിക്കാനും ഇരുവർക്കും സാധിച്ചു. ബാംഗ്ലൂരിൻ്റെ ബൗളിങ്ങിലേക്ക് വരാൻ ഭുവനേഷ് കുമാറാണ് അത്യാവശ്യം ഒരു ബെറ്റർ ബൗളിംഗ് നല്ല കാഴ്ചവെച്ചത്. 4 ഓവറുകൾ 31 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് ഒരു വിക്കറ്റ് എടുക്കാനും സാധിച്ചു. പിന്നെ ജോർജ് ഹെസ്ഫുഡ് നല്ലൊരു വിക്കറ്റ് എടുത്തെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവർ 40 റൺസാണ് വിട്ട് കൊടുത്തെങ്കിൽ കൃണാൽ പാണ്ഡ്യ നല്ല 4 ഓവർ വിട്ട് കൊടുത്തത് 50 റൺസാണ്. അപ്പോൾ ഏറ്റവും ഇന്നലെ എക്സ്പെൻസീവ് ആയത് കൃണാൽ പാണ്ഡ്യ, പ്രത്യേകിച്ച് ആ അവസാന ഓവർ. അങ്ങനെ ഗുജറാത്തിൻ്റെ 205 എന്ന സ്കോർ ചേസ് ചെയ്യാനായി ബാംഗ്ലൂർ ഇറങ്ങുന്നു. ബാംഗ്ലൂരിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ജേക്കബ് ബദലാണ്. ഫിൽസാൾട്ട് കാരണം ഇന്നലെ പ്ലേയിങ്ങിൽ ഉണ്ടായിരുന്നില്ലേ, പകരം ജേക്കബ് ബദലാണ് ഫിൽസാൾട്ടിന് പകരം കോഹ്ലിയുടെ കൂടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. 205 എന്ന സ്കോർ അത്യാവശ്യം വലിയ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് അതൊന്നും സ്കോറേ അല്ല, കാരണം ചിന്നസ്വാമിയിൽ അതൊക്കെ ഈസിയായി ചേസ് ഡൗൺ ചെയ്യാവുന്ന ഒരു സ്കോർ തന്നെയാണ്. അങ്ങനെ ആദ്യ ഓവർ എറിയാമെന്ന മുഹമ്മദ് സിറാജിൻ്റെ 3ാം ബോളിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കാനുള്ള ഒരു അവസരം വാഷിംഗ്ടൺ സുന്ദർ വിട്ടുകളയായിരുന്നു. അതായത് മുഹമ്മദ് സിറാജിനാണ് ആ ബോൾ ജസ്റ്റ് ഒന്ന് ലെഗ് സൈഡിലേക്ക് ഒരു ഫ്ലിക്ക് ചെയ്തത്, നേരെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ കയ്യിലേക്ക് വന്നെങ്കിലും പുള്ളിക്ക് അത് കയ്യിൽ ഒതുക്കാൻ സാധിച്ചില്ല, കൈപ്പിടിയിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു, അതുപോലെ തന്നെ മാച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയും. കാരണം വിരാട് കോഹ്ലിയാണ് ഇന്നലെ ബാംഗ്ലൂരിൻ്റെ ഇന്നിങ്സിൽ ഒരു നിർണായകമായ ഒരു ഇന്നിങ്സ് കളിച്ചത്. 81 റൺസാണ് പുള്ളി ഇന്നലെ ബാംഗ്ലൂരിന് വേണ്ടി അടിച്ചെടുത്ത് പ്ലെയർ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തത്. വാഷിംഗ്ടൺ സുന്ദർ നമുക്കറിയാം പഴയ RCB പ്ലെയറാണ്, അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും പഴയ RCB പ്ലെയറാണ്. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ആ പഴയ ടീമിനോടും തൻ്റെ പഴയ ക്യാപ്റ്റനോടുള്ള സ്നേഹം ഇന്നലെ കാണിച്ചതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, മത്സരം കൈവിടുകയും ചെയ്തു ആ ഒരു സ്നേഹത്തോടുകൂടി. പിന്നീട് 3ാം ഓവർ ജേക്കബ് തന്നെ മുഹമ്മദ് സിറാജ് പുറത്താക്കിയെങ്കിലും വൺ ഡൗണായി വന്ന ദേവ്ദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് RCBയെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ളൊരു മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അതായത് 2ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 128 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തത്. അങ്ങനെ RCBക്ക് ഒരു മികച്ച ഒരു അടിത്തറ പകരം ഈ ഒരു ഇന്നിങ്സിലൂടെ ഈ ഒരു പാർട്ണർഷിപ്പോടുകൂടി സാധിക്കുകയും ചെയ്തു. ദേവ്ദത്ത് പടിക്കലിൻ്റെ വക ഒരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ ബാംഗ്ലൂരിന് വേണ്ടി കാഴ്ചവെച്ചത്. പുള്ളി 27 പന്തിൽ 2 ഫോറും 6 സിക്സുമാണ് ഇന്നലെ ബാംഗ്ലൂരിന് വേണ്ടി നേടിയത്. എന്നാൽ 13ാം ഓവർ എറിഞ്ഞ റാഷിദ് ഖാൻ ദേവ്ദത്ത് പടിക്കലിന് പുറത്താക്കി ഗുജറാത്തിന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഓവറിൽ വിരാട് കോഹ്ലിയും ജേസൺ ഹോൾഡർ മണിക്കൂറുകൂടി ബാംഗ്ലൂർ വീണ്ടും ഒന്ന് ചെറിയൊരു ടെൻഷനിലെ ജേസൺ ഹോൾഡർ ആ ഓവറിൽ ബാക്ക് ടു ബാക്ക് സിക്സ് അടിച്ചെന്ന് വിരാട് കോഹ്ലി പിന്നത്തെ നെക്സ്റ്റ് ബോളിൽ തന്നെ ഒരു ഷോട്ട് കണക്റ്റ് ആവാതെ എഡ്ജ് എടുത്ത് സ്റ്റമ്പിൽ കൊണ്ട് ബൗൾഡ് ആവുകയായിരുന്നു.
പിന്നീട് വന്ന ക്യാപ്റ്റൻ രജത് പട്ടിദാറും ജിതേഷ് ശർമ്മയും പെട്ടെന്ന് തന്നെ മടങ്ങിയതോടുകൂടി RCB ഒരു പരാജയത്തിലേക്ക് പോകും എന്ന് നമുക്ക് തോന്നി. എന്നാൽ 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന് കൃണാൽ പാണ്ഡ്യയും ടിം ഡേവിഡും ചേർന്ന് RCB തങ്ങളുടെ 5ാം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. കൃണാൽ പാണ്ഡ്യയാണ് ഇന്നലെ നിർണായകമായ ഒരു ഫിനിഷിംഗ് ഇന്നിങ്സ് കളിച്ചത്. 12 ബോളിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 23 റൺസാണ് കൃണാൽ പാണ്ഡ്യ ഇന്നലെ RCBക്ക് വേണ്ടി നേടിയത്. ബൗളിങ്ങിൽ ഇന്നലെ ശോകമായിരുന്നെങ്കിലും ബാറ്റിങ്ങിലൂടെ ആ ഒരു പ്രശ്നം പരിഹരിച്ച് കൃണാൽ പാണ്ഡ്യ. ടിം ഡേവിഡ് ഒരു 6 മാത്രം നേടാൻ സാധിച്ചുള്ളൂ. കാരണം 9 ബോൾ മാത്രമേ ടിം ഡേവിഡിന് നല്ല കളിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൃണാൽ പാണ്ഡ്യക്ക് നൽകി. അങ്ങനെ RCB 7 പന്ത് ശേഷിക്ക് 206 റൺസ് എടുത്ത് 5 വിക്കറ്റിൻ്റെ വിജയം ഗുജറാത്തിനെതിരെ നേടി. അങ്ങനെ പോയിന്റ് ടേബിളിൽ 10 പോയിന്റുമായി 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. വിരാട് കോഹ്ലി ഇതോടുകൂടി ഇന്നലത്തെ ആ ഒരു 81 റൺസ് പ്രകടനത്തോടുകൂടി ഓറഞ്ച് ക്യാപ്പും തൂക്കിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ്. കഴിഞ്ഞ സീസണിലെ ആദ്യ ഡൽഹി ക്യാപിറ്റൽസുമായ മത്സരം സ്വന്തം കാണികൾക്ക് മുമ്പിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോൽക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു പകരം ചോദിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കും അടുത്ത മത്സരത്തിൽ ബാംഗ്ലൂരിനുണ്ടാകുക. അങ്ങനെ അടുത്ത മത്സരം ജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വീണ്ടും പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് നമുക്ക് ആശ്രയിക്കാം. ഗുജറാത്തിൻ്റെ അടുത്ത മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ടാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ മത്സരം ജയിച്ച അടിപൊളി ഫോമിലാണ്. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അടുത്ത മത്സരം ജയിക്കാൻ കുറച്ച് പ്രയാസകരമായിരിക്കും. എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലാണ് മത്സരം നടക്കുക. അപ്പോൾ ഇറ്റ്സ് വെരി ടഫ് ഫോർ GT. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും